അപ്പൊ ഇന്നൊരു ട്രാവൽ വ്ലോഗാണ്. ബാക്കില് ഫുള്ള് ഇന്നാ അത് പറഞ്ഞേ. ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ 2 മാസം നാട്ടിൽ നിന്നിട്ട് പണിക്ക് പോവാണ്, തിരിച്ച് ഡൽഹിക്ക് തന്നെ പോവാണ്. അപ്പൊ പ്രാവശ്യം പോണത് ഞാനും ഫെമിനിയും കൂടിയിട്ടാണ്. എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് പോയിട്ട് പിന്നെ നമ്മള് പോയിക്കൊണ്ടാണ്. പ്രാവശ്യം രണ്ടാളും പാടല്ല ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര. ഞാൻ ഫ്ലൈറ്റ് പോലും ഞാൻ ഒറ്റക്ക പോലെ, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോ ഇവിടെ ഒറ്റക്ക കയറുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോ ബൈറോഡായിട്ട് ഇപ്പാണ് ഞങ്ങൾ ഒപ്പം പോണത്. അത് ഞങ്ങളെ കൊണ്ടേക്കാൻ വേണ്ടിട്ട് ഷൈജു അറിഞ്ഞ പോലെ അഭിനയിക്കുന്നുണ്ട്. ഉറക്കിക്കാന്ന് പറയാൻ പറഞ്ഞതാണ്. കാരണം ഷൈജുന്റെ കുറെ ഫാൻസ് ഷൈജുന്റെ ശല്യപ്പെടുത്തുക പറഞ്ഞു. ഈ വ്ലോഗ് കാണുന്ന 1000 ആളുള്ള ഒരാള് ഷൈജുന്റെ കുട്ടീനോട് ചാറ്റ് ചെയ്തിട്ട് ഉറങ്ങിപ്പോയി. അവിടെ ഉറക്കിയിട്ടാണ് ഇപ്പം ഉറങ്ങുന്നത്. അപ്പൊ ഞങ്ങള് പോണത് പഴയ ഞങ്ങള് ഇതിന് മുന്നേ ഡൽഹിയില് വ്ലോഗ് ഇട്ടിരുന്നത്. ഇപ്പൊ എടുത്തപ്പോൾ ഇട്ടിക്കണത്. പക്ഷെ 3 മാസം മുന്നിട്ട് എടുത്തു വെച്ചതാണ്. അതിലുണ്ടായിരുന്ന റൂം ഉണ്ടായിരുന്നു. അവിടെ തന്നെ പോകണം. അവിടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മലപ്പുറത്തുള്ള അർഷാദ് അറിയാം. അവനും അവന്റെ വൈഫും കുട്ടിയുണ്ട് അവിടെ. ഞങ്ങൾ 2 BHK എടുത്തേക്കാം. അപ്പൊ അവിടേക്കാണ് പോണത്. ഇപ്പൊ കറക്റ്റ് ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട്. 7 മണിക്കാണ് ഫ്ലൈറ്റ്. 7 മണിക്കാണ്. 7 മണിക്കാണ് ഫ്ലൈറ്റ്. 3:30 കഴിഞ്ഞിട്ട് ഇറങ്ങിക്കണത്. ഞങ്ങള് ഫുഡ് കഴിക്കാനൊക്കെ ടൈമിൽ എത്താനുള്ള പക്ഷെ എന്തായാലും നോമ്പ് ഉറങ്ങിപ്പോയി. ഇപ്രാവശ്യം നമ്മളവിടെ നോമ്പൊക്കെ നമ്മളവിടെ തന്നെ. പെരുന്നാക്ക് ചിലപ്പോ പോരും, ചിലപ്പോ അവിടെ തന്നെ കറക്റ്റ്. ഇപ്പൊ വേഗം പോയാ ഫ്ലൈറ്റ് കിട്ടും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവും. ഏതായാലും ഒക്കെ നടക്കും. അതിന്റെ ചീക്കില് ക്യാമറ വരുമ്പോ ഇവിടെ ആർക്കും ഒന്നും പറയാൻ കിട്ടില്ല. ഷൈജു കണക്കുണ്ടായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിന് ഫെമിനാന്റെ മുക്കനാക്കാരെ മെയിനായിട്ട് നടക്കുന്നത്. അതെ, ഇവിടെ ഇവരെല്ലാരും കൂടി ഇന്നിട്ട് ഇങ്ങനെ കളിയാക്കും. ഞാൻ പിന്നെ ഒരു പാവാണല്ലോ. എല്ലാവർക്കും നമ്മളെ തലയിൽ കൊട്ടാലോ, തലയിൽ കയറി നിരങ്ങാലോ. അപ്പൊ പ്രാവശ്യം നമ്മള് പോകുമ്പോ എല്ലാ പ്രാവശ്യം പോകുമ്പോ എന്താണ് ഡ്രസ്സും ചെറിയ ഡ്രസ്സും കാര്യങ്ങളും മാത്രമേ കൊണ്ടുപോകലുള്ളൂ. പ്രാവശ്യം പോകുമ്പോ കുറച്ച് സാധനങ്ങളും അരിപ്പൊടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം നോമ്പാണ്. പിന്നെ അവിടെ തന്നെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാന്നൊക്കെ കരുതി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോ ഫുള്ള് പുറത്തുനിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മോന്റെ ഒരു കൊളാക്കല് തന്നെ ഓന്റെ പരിപാടി. പ്രാവശ്യം പറഞ്ഞ പ്രാവശ്യം എന്താന്ന് വെച്ചാല് നമ്മളെ കൂട്ടുകാരും വൈഫും ഉണ്ട്, കുട്ടിയുണ്ട്. അപ്പൊ നമ്മള് ആളുണ്ട്. ഫുഡ് ഇനി പുറത്തുനിന്ന് കഴിക്കണം. എന്നും പുറത്തുനിന്ന് അവിടെ പോയാ. അപ്പൊ നമ്മള് ഇനി നമ്മളെ റൂമിൽ തന്നെ ഉണ്ടാക്കാതെ അത് കരുതിട്ട് നമ്മള് ഒരു 5 കിലോ അരിപ്പൊടി, 3-4 ലിറ്റർ വെളിച്ചെണ്ണ, പിന്നെ പഴം, പിന്നെ ബേക്കറികൾ അവിടെ കിട്ടും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓവർ റേറ്റ് ആണ്. 2 ഇരട്ടി വില ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം. ഒരു മാസം നിൽക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഇന്നും നമ്മള് പറയുന്നുണ്ട് നമ്മളെ വീഡിയോ എന്നും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. എന്നിട്ട് അത് നമ്മള് ചെയ്യില്ല. സെഞ്ചിയിലും ഉണ്ടാവും എന്ന് വിചാരിക്കും. പിന്നെ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ആകെ 30,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പൊ 100,000 ഇല്ലാതെ എന്റെ സംസാരം പുറത്തെടുക്കണ്ടല്ലോ. വേഗമായിക്കോട്ടെ. അവലെ 100,000 ഇല്ലാതെ നമ്മുടെ സംസ്കാരമല്ല, നമ്മുടെ സംസാരം പുറത്തെടുക്കരുതല്ലോ. 100 സബ്സ്ക്രൈബേഴ്സിലാണ് നമുക്ക് പറയാനും കാണുന്നവരൊന്നുമല്ല. അതെ, ഞങ്ങള് ശരിക്കും എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ഞാനാണ് ഇവിടെ ചങ്ക് പൊട്ടിച്ചാവുന്നത് സംസാരം കാരണം. അത്രക്ക് വേണ്ട. ഷൈജ് എന്തൊരു അഭിനയാ. അവന്റെ കണ്ണിനൊരു കുഴപ്പമില്ല. അവന്റെ കണ്ണിൽ ഇത്ര പോകുന്ന കരട് ചാടിയിട്ടാണ് അവനെ കടത്തുറങ്ങുന്നത്. കൈ നല്ല അതെ. നമ്മളെ അക്കൗണ്ടിലെത്തി.
സമയൊക്കെ 1 മണിക്കൂർ മുന്നേ എത്തണം എന്നൊക്കെ പറയണ്ടിക്കണു നമ്മള്. അയ്യോ 6:05. എന്താണ് എന്തായാലും പറയണ്ടോ? പൊന്തല ഇക്കൊന്നെ എടുത്താ മതി. പിന്നെ പൊയ്ക്കോ, മതി ട്ടോ, പൊയ്ക്കോ. അത് പൊട്ടിച്ചാ എനിക്ക് നാണാത്ര. അവിടെ മുബൈലിന് ആധാർ കാർഡ് നോക്കിട്ട് മനസ്സിലായിട്ടില്ല. ചെറിയായിട്ട് ഇരിക്കണ്ട് ഇവിടെ ഒരാള്. എന്നോട് വലിയ ആളായിട്ട് ബോർഡിംഗ് പാസ് ആ പെട്ടിയില് ഫ്ലൈറ്റിൽ അവസാനായില്ലേ? ഇപ്പൊ സമാധാനായോ? അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യണം. അവിടെ ബാഗും ഫോണും കാര്യങ്ങളൊക്കെ ഒരു പെട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ബോർഡിംഗ് പാസ് മൊബൈൽ അതിലിട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ വെച്ച് ഇടണോ വേണ്ട കൈ പിടിച്ചാൽ പോരെയെന്ന് വെച്ചാൽ മൊബൈലുണ്ട് കുഴപ്പമൊന്നുമില്ല അതിലിട്ടോ എന്ന് പറഞ്ഞു. ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ബോർഡിംഗ് പാസ് മിസ്സായിക്കണം. അപ്പോൾ അവിടെ പോലീസുമാരും ഞങ്ങളെല്ലാവരും തരുന്നു, പക്ഷെ കിട്ടിയില്ല. അത് കാരണം ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് ഫ്ലൈറ്റ് കയറിയത്. എല്ലാവരും കയറി കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞങ്ങൾ കയറിയത്. വരാൻ വെയിറ്റ് ചെയ്യണം. അതിന് ഞാൻ പറഞ്ഞത് നീങ്ങണില്ല. സോ ഞങ്ങൾ ലഗേജൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി. പിന്നെ അവിടുന്ന് ഒരു ഊബർ വിളിച്ചിട്ടാണ് റൂമിൽ പോയത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഡൽഹിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഉപ്പാൻ്റെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് വെച്ചാൽ മതി. റൂമിലേക്ക് പോവാണ്. ബാഗ് നല്ല വെയിറ്റ്. സോ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. ബൈ.